ഹായ് ഗുഡ് മോർണിംഗ്. നമുക്കിന്ന് കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്ന, കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും ഒരുപോലെ തന്നെ ഇഷ്ടപ്പെടുന്ന ബ്രെഡ് പിസ്സ തയ്യാറാക്കാം. ബ്രെഡ് പിസ്സ എന്ന് പറയുമ്പോൾ വലിയ ബുദ്ധിമുട്ടില്ലാത്ത റെസിപ്പിയാണ്. നമുക്ക് കുട്ടികൾക്ക് നന്നായിട്ട് എൻജോയ് ചെയ്ത് കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മളിത് പ്രിപ്പയർ ചെയ്ത് കൊടുക്കുന്നത്. വിശപ്പ് മാറും എന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട കേട്ടോ. ഒരുപാട് ചീസൊന്നും ചേർക്കുന്നില്ല. കുട്ടികൾക്ക് മാത്രമല്ല വലിയ ആളുകൾക്കൊന്നും ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് പാനിൽ വെച്ചുണ്ടാക്കാം, ഓവനിൽ വെച്ചുണ്ടാക്കാം. ഓവനിൽ വെച്ചിട്ട് കുക്കിംഗ് ടൈം എന്ന് പറയുന്നത് നിങ്ങളുടെ ഓവൻ്റെ ടെമ്പറേച്ചർ അനുസരിച്ച് വ്യത്യാസം വരും. പാനിലാണെന്നുണ്ടെങ്കിൽ ഗ്ലാസ്സിലിട്ട് ഉപയോഗിച്ച് കവർ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചീസ് മെൽറ്റ് ആകുമ്പോൾ എടുത്ത് മാറ്റാവുന്നതേ ഉള്ളൂ. അപ്പോൾ ചെറിയ ബർണറിൽ വെച്ച് കുക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ബ്രെഡ് പിസ്സ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമ്മളിപ്പോൾ ബ്രെഡ് സ്ലൈസ് എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ കുറച്ച് സ്വീറ്റ് കോൺ എടുത്തിട്ടുണ്ട്. അത് ബോയിൽ ചെയ്തെടുത്താണ് കേട്ടോ കോൺ. പിന്നെ ക്യാപ്സിക്കം, അതുപോലെ തന്നെ തക്കാളി, സവോള, ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അളവുകൾക്ക് വ്യത്യാസം വരുത്താം. ആദ്യം നമ്മളൊരു സ്റ്റഫിങ് റെഡിയാക്കിയിട്ട് അതിന് മുകളിലാണ് നമ്മൾ പിസ്സ സെറ്റ് ചെയ്യുന്നത്. പിസ്സ സെറ്റ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള നമ്മുടെ പിസ്സയുടെ ലെയറുകളൊക്കെ സെറ്റ് ചെയ്ത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ടോപ്പിങ്സ് ഒക്കെ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ സ്റ്റഫിങ് റെഡിയാക്കി എടുക്കാം. സ്റ്റഫിങ് റെഡിയാക്കാനായിട്ട് നമുക്കൊരു ബൗൾ എടുക്കാം. ഇപ്പോൾ നമ്മൾ നമ്മുടെ സ്റ്റഫിങ്ങിനായിട്ട് കുറച്ച് സവോള ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ കുറച്ച് ക്യാപ്സിക്കം ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ സ്വീറ്റ് കോൺ ബോയിൽ ചെയ്തതും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് സോസുകളും കുറച്ച് സ്പൈസസും കൂടി ആഡ് ചെയ്യാനുണ്ട്. ആദ്യം നമ്മൾ ആഡ് ചെയ്യുന്നത് കുറച്ച് ഗാർലിക് പൗഡറാണ്. ഇത് ഓപ്ഷണലാണ് കേട്ടോ, ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ സെഷ്വാൻ സോസ്. ഇതൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് വ്യത്യാസം വരുത്താം. ഒരു 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ഞാൻ ചേർക്കുന്നുണ്ട്. 1.25 ടേബിൾ സ്പൂൺ മയോണൈസ് ചേർക്കുന്നുണ്ട്. ചെറിയൊരളവിൽ ഉപ്പ് ചേർക്കുക, വളരെ അധികം ഉപ്പ് ചേർക്കരുത്. സോസുകൾക്കൊക്കെ ഉപ്പുള്ളതാണ്, മയണൈസിന് ഉപ്പുള്ളതാണ്. അതുകൊണ്ട് തന്നെ വളരെ ചെറിയ അളവിൽ മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ചേർക്കുന്നത് ഒറിഗാനോയും വളരെ ചെറിയൊരളവിൽ മാത്രം ചേർക്കുക കേട്ടോ. ഒരു 4 പിഞ്ച് ഒറിഗാനോ. പിന്നെ മിക്സഡ് ഹെർബ്സ് ഉണ്ടല്ലോ, മിക്സഡ് ഹെർബ്സ് 2 പിഞ്ച്. 3 ടീസ്പൂൺ നമ്മുടെ ടൊമാറ്റോ സോസ്. ഇതെല്ലാം ചേർത്തൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ഈ സ്റ്റഫിങ്ങിൽ നിങ്ങൾക്ക് വ്യത്യാസം വരുത്താം. സ്റ്റഫിങ്ങിൽ ചില്ലി ഫ്ലേക്സിൻ്റെ അളവിൽ വ്യത്യാസം വരുത്താം. ചില്ലി ഫ്ലേക്സും അവോയ്ഡ് ചെയ്യാം, സോസുകൾ മാത്രം ചേർക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വ്യത്യാസം വരുത്താവുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഇതാ നമ്മുടെ സ്റ്റഫിങ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രെഡ് എടുക്കാം. ഒരു പ്ലേറ്റിലേക്ക് ബ്രെഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു അലുമിനിയം ഫോയിൽ വെച്ചാണ്, ഇത് ഓപ്ഷണലാണ് കേട്ടോ. ഞാൻ ഓവനിലേക്ക് വെക്കുന്നതുകൊണ്ട് അലുമിനിയം ഫോയിൽ വെച്ചു എന്നേ ഉള്ളൂ. ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച സ്റ്റഫിങ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് വെക്കുക കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്രെഡിൻ്റെ എണ്ണം തീരുമാനിക്കാം. ഞാനിപ്പോൾ 6 സ്ലൈസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ഞാനൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കട്ടെ. അപ്പോൾ നമ്മുടെ സ്റ്റഫിങ് നമ്മൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിതിന് മുകളിലായിട്ട് ബ്രെഡ് സ്ലൈസ് വെച്ച് കൊടുക്കാം. ഇതുപോലെ നമുക്ക് ബ്രെഡ് സ്ലൈസ് വെച്ച് ഫില്ല് ചെയ്യാം. അപ്പോൾ നമ്മൾ നമ്മുടെ ബ്രെഡ് സ്ലൈസ് വെച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ബ്രെഡിൻ്റെ മുകളിലായിട്ട് പിസ്സ സോസ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. പിസ്സ സോസ് ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടൊമാറ്റോ സോസിൽ ഒറിഗാനോയും ചില്ലി ഫ്ലേക്സും മിക്സ് ചെയ്തതിന് ശേഷം അത് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. പിസ്സ സോസ് ഉണ്ടെന്നുണ്ടെങ്കിൽ പിസ്സ സോസ് അപ്ലൈ ചെയ്ത് കൊടുക്കാം, ഇല്ലെങ്കിൽ ടൊമാറ്റോ പേസ്റ്റ് അപ്ലൈ ചെയ്യാം. ഞാനിതൊന്ന് സ്പ്രെഡ് ചെയ്യട്ടെ. നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളിതാ പിസ്സ സോസ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി നമ്മുടെ ചീസ് ഇതിന് മുകളിൽ ലെയറായിട്ട് വെച്ച് കൊടുക്കാം. നമുക്ക് 2 ടൈപ്പ് ചീസും യൂസ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ചീസ് സ്ലൈസാണ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ ചീസ് വെച്ച് കഴിഞ്ഞു. ഇനി നമുക്കിതിൻ്റെ ടോപ്പിങ്സൊക്കെ സെറ്റ് ചെയ്യാം. ഞാൻ ആദ്യം ഹാഫ് സ്ലൈസായിട്ട് കട്ട് ചെയ്തിരിക്കുന്ന ക്യാപ്സിക്കമാണ് വെച്ച് കൊടുക്കുന്നത്. ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച്, നമ്മുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് സെറ്റ് ചെയ്തെടുക്കുക കേട്ടോ, എങ്ങനെ വേണം എന്നുള്ളത്. ഞാൻ നിങ്ങൾക്കൊരു ഐഡിയ തരുന്നു എന്നേ ഉള്ളൂ. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ക്യാപ്സിക്കം ഒക്കെ സെറ്റ് ചെയ്യാം, അതുപോലെ തക്കാളി സെറ്റ് ചെയ്യാം. ഇനി നമുക്ക് തക്കാളി വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ സവോള വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ടോപ്പിങ്സിൽ വെജിറ്റബിൾസിൻ്റെ ലെയർ കഴിഞ്ഞു. ഇനി നമ്മൾ മിക്സഡ് ഹെർബ്സ് ഇട്ട് കൊടുക്കാൻ പോവാണ്. ഇനി അടുത്തതായിട്ട് ഞാൻ ഒറിഗാനോയാണ് ഇട്ട് കൊടുക്കുന്നത്.
ഏറ്റവും മുകളിലായിട്ട് നമുക്ക് നമ്മുടെ ചില്ലി ഫ്ലേക്സും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് പ്രീഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓവനിലേക്ക് 100°C ഒരു 15 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. പിന്നെ ബേക്കിങ്ങിൻ്റെ ടൈം നിങ്ങളുടെ ഓവൻ്റെ ടെമ്പറേച്ചർ അനുസരിച്ച് ചെറിയ വ്യത്യാസം വരാം. ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്യുക. ചീസ് മെൽറ്റായി വരുമ്പോൾ ഓവനിൽ നിന്ന് പുറത്തേക്ക് എടുക്കുക. അപ്പോൾ ഇതാ നമ്മുടെ ബ്രെഡ് പിസ്സ റെഡി ആയി കഴിഞ്ഞു. എല്ലാവരും കുട്ടികൾക്കൊന്ന് ഉണ്ടാക്കി കൊടുത്തിട്ട് നിങ്ങളുടെ അഭിപ്രായം നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. വളരെ ഈസി അല്ലേ? ഇത് തന്നെ പാനിൽ ഉണ്ടാക്കിയിട്ടാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇനി നമുക്ക് ചൂടോടുകൂടി സെർവ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പം ഞാൻ കട്ട് ചെയ്ത് കാണിക്കുന്നില്ല കേട്ടോ. കട്ട് ചെയ്ത് നിങ്ങൾ എടുത്തിട്ട് കഴിച്ച് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.